ഓം ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ഗുരുഭ്യോ നമ. ഓം ഗംഗണപതേ നമ. ഓം പരമാത്മനേ നമ. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 21-ാമത്തെ അധ്യായം കർദമ പ്രജാപതിയുടെ ചരിത്രമാണ് അവിടെ വർണ്ണിക്കുന്നത്. കർദമന്റെ തപസ്സും കർദമന്റെ സ്തുതിയും. ആ കർദമ പ്രജാപതിയുടെ സ്തുതി വായിക്കുന്ന സമയത്ത് അവിടെ 17-18 ശ്ലോകങ്ങൾ, തൃതീയ സ്കന്ധത്തിൽ 21-ാമത്തെ അധ്യായത്തിലെ 17-18 ശ്ലോകങ്ങൾ. ലോകാംശ്ച ലോകാനുഗതാൻ പശൂംശ്ച ഹിത്വാ ശ്രിതാസ്തേ ചരണാദപത്രം പരസ്പരം ത്വദ്ഗുണവാദസീധു പീയൂഷ നിര്യാപിത ദേഹധർമാഃ നതേജരാക്ഷഭ്രമിരായുരേഷാൻ ത്രയോദശാരം ത്രിശതം ഷഷ്ടിപർവ ഷണ്ണേമ്യനന്തച്ഛതി യതൃണാഭി കരാളസ്രോതോ ജഗദാച്ഛിദ്യ ധാവത്. ഇതിനൊരു ശ്ലോകം കാണാം. ലോകാഞ്ച ലോകങ്ങളെയും ലോകാനുഗതാൻ ലോകത്തെ അനുകരിക്കുന്ന പശുവഞ്ച പശുതുല്യരായവരെയും ഹിത്വ വിട്ട് തേ അങ്ങയുടെ ചരണാദപത്രം തൃപ്പാദമാകുന്ന കുടയെ മാത്രം ശ്രിതാഹ ആശ്രയിച്ചവരും പരസ്പരം ഒത്തുചേർന്ന്, പരസ്പരം എന്നുള്ള വാക്കിന് ഒത്തുചേർന്ന്, ആദപത്രം എന്ന് പറഞ്ഞാൽ കുടയാണ്, ത്വദ്ഗുണവാദ സീധു പീയൂഷ നിര്യാപിത ദേഹധർമാഃ അങ്ങയുടെ ഗുണങ്ങളെപ്പറ്റി സംഭാഷണം ചെയ്തുണ്ടാവുന്ന ലഹരിയിലകപ്പെട്ട് വിശപ്പ് ദാഹം ഇത്യാദികളില്ലാത്തവരുമായി ഏവർ ചിലരുണ്ടോ. ഏഷാം ആയുഹു ഇവരുടെ ആയുസ്സിനെ തേ അങ്ങയുടെ അജാക്ഷരഭ്രമി നിത്യബ്രഹ്മസ്വരൂപമായ അച്യുതണ്ടിന്മേൽ തിരിയുന്നതും ത്രയോദശാരം 13 അഴികളുള്ളതും ത്രിശതം ഷഷ്ടിപർവ 360 ഏപ്പുകളോടെ ചേർന്നിരിക്കുന്നതും ഷണ്ണേമി 6 ചുറ്റുവട്ടകളുള്ളതും അനന്തച്ഛതി അസംഖ്യം പറ്റുകൾ വെച്ചിട്ടുള്ളതും തൃണാഭി 3 കുംഭകട്ടയുള്ളതും കരാളസ്രോത അസഹ്യമായ വേഗതയുള്ളതും ജഗത്തിനെ ആച്ഛിദ്യ ഒതുക്കിക്കൊണ്ട് ധാവത് കുതിച്ചു പായുന്നതുമായ യത് യാതൊന്നോ അത് ബാധിക്കുകയില്ല. അപ്പൊ യാവ ചിലർ ലോകഗതിയെയും ലോകഗതിയെ അനുസരിക്കുന്ന മൃഗപ്രായരായവരെയും ഗൗനിക്കാതെ അങ്ങയുടെ തൃപ്പാദങ്ങളാകുന്ന കുടക്കീഴിൽ അഭയം തേടുന്നുവോ, അവർ പരസ്പരം നടത്തുന്ന അങ്ങയുടെ ഗുണഗണങ്ങളുടെ കീർത്തനമാകുന്ന അമൃതം ആസ്വദിച്ച് ദേഹധർമ്മങ്ങളായ വിശപ്പ് ദാഹം ഇത്യാദികൾ പോലും അറിയാത്തവരായി വർത്തിക്കുന്നതായാൽ നാശരഹിതമായ ബ്രഹ്മമാകുന്ന അച്യുതണ്ടിനെ ആശ്രയിച്ച് ചുറ്റുന്നതും 360 മുട്ടുകളോടും 13 അഴികളോടും 6 പുറവട്ടങ്ങളോടും അസംഖ്യം ഇതളുകളോടും 3 നാഭികളോടും കൂടിയതും അതിഭയങ്കരമായ വേഗതയോടെ ഈ ലോകത്തെ ആവരണം ചെയ്ത് തിരിയുന്നതുമായ അങ്ങയുടെ കാലചക്രം, സംവത്സര ചക്രം ഇവരുടെ, അതായത് ഭഗവത് പാദങ്ങളെ ആശ്രയിച്ചവരുടെ ആയുസ്സിനെ ബാധിക്കുന്നില്ല. അപ്പൊ ലോകഗതിക്കനുസരിച്ച് നീങ്ങുന്നവർക്ക് സംസാരമോചനമില്ല. അവർ കേവലം മൃഗപ്രായരാണ്. എന്നാൽ വിവേകികൾ അവരെ അനുകരിക്കുകയില്ല. ഭഗവത് പാദങ്ങളാകുന്ന കുടക്കീഴിൽ അവരെല്ലാവരും ഒത്തുകൂടുന്നു. ഭഗവത് കഥാകഥനമാകുന്ന ലഹരിയിൽ അവർ ദേഹസംബന്ധികളായ സകല ക്ലേശങ്ങളും മറന്ന് പരമാനന്ദത്തില് ലയിച്ചിരിക്കണം. അവിടെ സീധു എന്നൊരു വാക്ക് കാണാം. സീധു എന്ന് പറഞ്ഞാൽ കരിമ്പിൻ നീരിൽ നിന്നെടുക്കുന്ന മദ്യമാണ് സീധു. ലോകത്തിലെ പലതരത്തിലുള്ള ധാന്യങ്ങളിൽ നിന്നും കരിമ്പിൽ നിന്നും പലതരത്തിലുള്ള ഫലങ്ങളിൽ നിന്നും മദ്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഈ പദ്ധതി ഭാരതത്തിലാണ് ആരംഭിച്ചതെന്ന് തോന്നുന്നു. കാരണം സിന്ധു നദീതട സംസ്കാരകാലം മുതൽക്ക് ഈ ലഹരി വസ്തുക്കൾ ഉണ്ടാക്കാനുള്ള പദ്ധതി മനുഷ്യർ കണ്ടെത്തിയിട്ടുണ്ട്. അതിനൊക്കെ തെളിവുകളുണ്ട്. ഋഗ്വേദം തുടങ്ങിയിട്ടുള്ള ആധികാരികമായിട്ടുള്ള എഴുതപ്പെട്ട രേഖകളിൽ അനേകം മദ്യങ്ങൾ ഉണ്ടാക്കുന്നതിനെ കുറിച്ചുള്ള അതിൻ്റെ നിർമ്മാണ പ്രക്രിയയൊക്കെ വളരെ വിശദമായി ചർച്ച ചെയ്യുന്നത് കാണാം. അപ്പൊ എന്തായാലും ഇവിടെ സീധു, അതായത് ലഹരി ജനിപ്പിക്കുന്നത് എന്നർത്ഥം. ആ ഭക്തി ലഹരിയിൽ ആണ്ടിരിക്കുന്ന ആൾക്കാർക്ക്
ഈ കാലത്തിന്റെ വിഷമതകളൊന്നും അവരെ സ്പർശിക്കുന്നതേ ഇല്ല. അപ്പൊ എന്തായാലും പൽചക്രം പോലെയാണ് ഇവിടെ ഈ കാലചക്രത്തെ വർണ്ണിച്ചിട്ടുള്ളത്. അത് ഏകദേശം ഒരു രഥചക്രം പോലെ. നമ്മൾ കോണാർക്കിലെ സൂര്യക്ഷേത്രത്തിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഈ ഒരു കാര്യം വളരെ സുന്ദരമായി രഥചക്രമായി കാണാൻ സാധിക്കും. അല്ലെ, കോണാർക്കിലെ സൂര്യക്ഷേത്രം സൂര്യരഥത്തിന്റെ ആകൃതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. അത് ശ്രദ്ധിച്ച ആൾക്കാർക്ക് ഈ ശ്ലോകം വായിക്കുമ്പോൾ വേഗം മനസ്സിലാകും. അപ്പൊ വളരെ അർത്ഥഗാംഭീര്യമുള്ള ഒരു ശ്ലോകമാണിത്. അപ്പൊ ഋഗ്വേദത്തിലാണ് നമ്മൾ ആദ്യമായിട്ട് ഈ സംവത്സര ചക്രത്തെ വർണ്ണിച്ചിരിക്കുന്നത് കാണുന്നത്. അത് ഏകദേശം ദ്വാദശ പ്രഥയശ്ചക്രമേകം ത്രീണി നഭ്യാനി ക ഉ തച്ചികേത തസ്മിൻഥാസ്കം ത്രിശതാഹ ന ശംഖുവോർപ്പിതാഹ ഷഷ്ടിർന ചലാചലാസഹ. ഇതിന്റെ സായണ ഭാഷ്യവും മഹാഭാഷ്യവും ഒക്കെ ഏകദേശം പറയാം എന്താന്നുള്ളത്. അപ്പൊ ദ്വാദശ ശബ്ദത്തിന് പകരം ത്രയോദശ ശബ്ദം എന്നതൊഴിച്ചാൽ ഭാഗവതത്തിലെ ആശയം ഋഗ്വേദത്തിൽ പറഞ്ഞതിനോട് ചേർന്ന് നിൽക്കുന്നുണ്ട്. അപ്പൊ ഋഗ്വേദത്തില് കാലചക്രത്തെ സംബന്ധിച്ച് വേറെയും അനേകം സൂക്തങ്ങളുണ്ട്. അപ്പൊ ത്രയോദശം എന്ന് പറയാനുള്ള കാരണം ഭാഗവതത്തിൽ എന്തുകൊണ്ടാന്ന് പറയാം. കാരണം ഈ വേദങ്ങൾ അഭ്യസിച്ചത് വ്യാസഭഗവാനാണ്, ഭാഗവതം എഴുതിയതും വ്യാസഭഗവാനാണ്. അപ്പൊ ഋഗ്വേദത്തിലെ 12 എന്ന് പറഞ്ഞു, ഇവിടെ എന്തുകൊണ്ട് 13 എന്ന് പറഞ്ഞു? അപ്പൊ എന്തായാലും ഇപ്പൊ നമ്മൾ വായിച്ച ഈ ദ്വാദശ പ്രഥയശ്ചക്രമേകം ത്രീണി നഭ്യാനി ക ഉ തച്ചികേത തസ്മിൻ സാകം ത്രിശതഃ ന ശംഖുവോർപ്പിതാഹ ഷഷ്ടിർന ചലാചലാസഹ. ഈ മന്ത്രത്തിന്റെ സായണ ഭാഷ എന്താ ചോദിച്ചാൽ, ദ്വാദശ പ്രഥയ ഏതൽ സംഖ്യാകാഹ പരിധയഃ പ്രഹിത വർത്തന്തെ ഏകം ചക്രം സംവത്സരാഖ്യമാശ്രിതാഃ വർത്തന്തെ തഥാ ത്രീണി നഭ്യാനി ത്രിസംഖ്യകാനി നാഭ്യാശ്രയാണി ഫലകാനി തത് സ്ഥാനീയാനി ഗ്രീഷ്മവർഷഹേമന്താഖ്യാന്യാശ്രിതാനി സന്തി ക ഉ തച്ചികേത കോപി മഹാൻ തജ്ജാനാതി തസ്മിൻ സാകം ശങ്കവഃ ന സംവത്സരചക്രേ സഹ ശങ്കവഃ ഇവ. ത്രിശതാഃ ഷഷ്ടി ന ഷഷ്ടിശ്ച ന ശബ്ദാർത്ഥഃ ന ശബ്ദശ്ചാർത്ഥഃ അർപ്പിതാഃ ചലാചലാസഃ പരാഃ സ്ഥാപിതാഃ. കാലത്തിന് മാസങ്ങളാകുന്ന 12 പരിധികൾ വെച്ചിരിക്കുന്നു. അവ സംവത്സര രൂപമായ ഒരു ചക്രത്തെ ആശ്രയിക്കുന്നു. അതുപോലെ ഗ്രീഷ്മ വാസന്ത ഹേമന്തങ്ങളാകുന്ന ഋതുക്കളെ ആശ്രയിച്ചുകൊണ്ട് 3 പലകകളും ഉണ്ട്. ഏതൊരുത്തനാണ് ഇത് അറിയുന്നത്? ആ സംവത്സര ചക്രത്തിൽ കുറ്റികളെ പോലെ ചലന സ്വഭാവങ്ങളായ 360 അഴികളും, അതായത് ദിവസങ്ങളും പിടിപ്പിച്ചിരിക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ ഋഗ്വേദത്തിന്റെ മഹാഭാഷ്യത്തില് ഈ സായണ ഭാഷ്യം കാണുന്നത്, അതിന്റെ മലയാളത്തിലുള്ള ഏകദേശം ഒരു അർത്ഥവും. അപ്പൊ ഇവിടെ നമുക്ക് ഈ ഭാഗവതത്തിലെ ഈ കാലചക്രത്തെ വർണ്ണിക്കുന്ന ഈ ശ്ലോകത്തെ ഒന്ന് ശ്രദ്ധിക്കാം. കാലപുരുഷൻ, കാലചക്രം, സംസാരചക്രം, സുദർശന ചക്രം, ഇങ്ങനെ ഈ കാലചക്രത്തിനെ സൂചിപ്പിക്കുന്ന അനേകം പദാവലികൾ ഈ പുരുഷ സൂക്തത്തിലും മറ്റുമൊക്കെ കാണാം. അപ്പൊ കാലത്തെക്കുറിച്ചുള്ള ഭാഗവതത്തിലെ ആദ്യത്തെ ഗംഭീരമായ പരാമർശമാണ് നമ്മൾ ഈ 17-18 ശ്ലോകങ്ങളിൽ, പ്രത്യേകിച്ച് ആ 18ാമത്തെ ശ്ലോകത്തില് കാണുന്നത്. അപ്പൊ അതിലുള്ള വാക്കുകൾ ഓരോന്നായിട്ട് നോക്കാം. അജരാക്ഷരഭ്രമി. എന്താ അജരാക്ഷരഭ്രമി എന്ന് പറഞ്ഞാൽ? അജരം ബ്രഹ്മ തസ്മിൻ അക്ഷരൂപേ ഭൂമിർഭ്രമണം ഭ്രമദിതി വക്രവ്യേ. ഭ്രമദിതി വക്രവ്യേതി ഭ്രമണശീലത്വാദുപചാരേണ ഭ്രമിരിത്യേഭേദ നിർദ്ദേശ എന്നാണ് ശ്രീധരാചാര്യര് ഈ അജരാക്ഷര ഭ്രമി എന്ന വാക്കിനെ വ്യാഖ്യാനിക്കുന്നത്. അതായത് അജരം എന്നാൽ ബ്രഹ്മം,
ബ്രഹ്മമാകുന്ന അച്ചുതണ്ടിന്മേൽ ഭ്രമണം ചെയ്യുന്നത്. ഭ്രമണം ചെയ്യുന്നത് എന്ന അർത്ഥം ലഭിക്കാൻ ഭ്രമത്ത് എന്ന് പ്രയോഗിച്ചാൽ മതി. ഈ സംവത്സര ചക്രത്തിന്റെ ഭ്രമണത്തിന് അളവില്ല. അതിനാൽ ഭ്രമണശീലം മാത്രമുള്ളതെന്ന അർത്ഥത്തില് ഭ്രമി എന്ന് ഈ ചക്രത്തിന്റെ പര്യായമായി പ്രയോഗിച്ചിരിക്കുകയാണ്. അതായത് ഈ സാധാരണ ഏതൊരു വസ്തുവും കറങ്ങിയാൽ കുറച്ച് കഴിഞ്ഞാൽ നിൽക്കും, എന്നാൽ ഇതിനൊരിക്കലും അവസാനമില്ല. നിരന്തരം ഇതിങ്ങനെ പരിഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഭ്രമി. അതിന്റെ പര്യായം തന്നെയാണത്. സംസാര ചക്രത്തിന്റെ, കാലചക്രത്തിന്റെ പര്യായം തന്നെയാണ് എന്ത്? ഭ്രമി എന്നുള്ളത്. ഭ്രമേർ ധർമ്മത്വാചക്രസ്യ ധർമ്മിത്വാദ്യദ്യപി ഭ്രമതിതി വക്രവ്യം തഥാപി ആയുർഘൃതമിതവതുപചാരേണ സാദൃശ്യ പ്രതീത്യാഭേദ നിർദ്ദേശ എന്ന് ദീപികാ വ്യാഖ്യാനത്തിൽ കാണുന്നു. ചക്രത്തിന്റെ ഒരു ധർമ്മമാണ് ഭ്രമണം. ധർമ്മങ്ങളെല്ലാം ഏതിലോ അത് ധർമ്മി. ധർമ്മിയാകുന്ന ചക്രത്തിന്റെ ഒരു ധർമ്മമായ ഭ്രമണത്തെ വിവരിക്കാൻ ഭ്രമത്ത് എന്നാണ് പ്രയോഗിക്കേണ്ടത്. എന്നാൽ നെയ്യ് ആയുസ്സാണ്, അതായത് ജീവിതകാലമാണ് എന്ന് സാധാരണ ആയുർവേദ വൈദ്യന്മാർ ആയുർവേദ ഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞു വരാറുണ്ട്. ആയുസ്സിനെ നിലനിർത്തുന്നതിൽ നെയ്യിന് വളരെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് നെയ്യ് ആയുസ്സാണ് എന്ന് പറയുന്നത്. ഇതാണ് ആ പറഞ്ഞതിന് അർത്ഥമെങ്കിലും നെയ്യ് തന്നെ ആയുസ് എന്ന് പറയുന്നു. ഇതുപോലെ സംവത്സര ചക്രത്തിന്റെ മുഖ്യധർമ്മം ഭ്രമണമാകയാൽ ഭ്രമി എന്ന് പ്രയോഗിച്ചിരിക്കണം. ഭ്രമത്ത് എന്നാണെങ്കിൽ അനേകം ധർമ്മങ്ങളുടെ കൂട്ടത്തിൽ ഒരു ധർമ്മം ഭ്രമണവും എന്നർത്ഥമാക്കും. ഭ്രമി എന്നതിനാൽ ഈ ചക്രത്തിന് ഭ്രമണശീലം മാത്രമാണ് ധർമ്മം. ഭ്രമണമെന്ന ധർമ്മവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മറ്റ് ധർമ്മങ്ങൾക്ക് ഒരു പ്രസക്തിയും ഇല്ല. ഭ്രമണ സ്വഭാവത്തിന്റെ ആധിക്യത്താൽ അത് തന്നെ ചക്രത്തിന്റെ ഒരു പര്യായ ശബ്ദമായി തീർന്നു. അതുകൊണ്ടാണ് ഇവിടെ അജരാക്ഷര ഭ്രമി എന്നുള്ളത് ഈ കാലചക്രത്തിനെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ച സുന്ദരമായ പ്രയോഗമാണ്. അപ്പൊ യാസ്ക നിരുക്ത പ്രകാരം അജരമജര ധർമാണം. അജരം എന്നാൽ ജര എന്ന അവസ്ഥയില്ലാത്തത്, നാശമില്ലാത്തത്, ബ്രഹ്മമെന്ന് അർത്ഥം. അജരം എന്നാൽ സംവത്സര ചക്രം തന്നെ എന്നാണ് ഇതിന്റെ വ്യാഖ്യാനം. ബ്രഹ്മം എന്ന അർത്ഥത്തിലുള്ള അജര ശബ്ദം ഋഗ്വേദത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. ത്രിനാഭിചക്രം അജരമനർവം. അജരമജരധർമാണം എന്ന് നിരുക്തത്തില് അജരം ഹി തൽ സംവത്സര ചക്രം. ത്രിനാഭി ചക്രം അജരമനർവം. അജര ശബ്ദമാണ് യാസ്ക മുനി അവിടെ അപഗ്രഥിച്ചിട്ടുള്ളത്. ഇനി ആ ശ്ലോകത്തിൽ കാണുന്ന അടുത്ത വാക്കാണ് ത്രയോദശാരം. അധികമാസേന സഹ ത്രയോദശമാസാമജരമനർവം അരായസ്യ എന്ന് ശ്രീധരാചാര്യർ. ഒരു സൗരവർഷത്തില് ചാന്ദ്രപക്ഷത്തിൽ 12 മാസവും ഏതാനും ദിവസങ്ങളും വരും. 12-ലധികം വരുന്നതിനാൽ 13. ഈ ശ്ലോകത്തിൽ മാസക്രമം ചാന്ദ്രപക്ഷത്തിലും പഞ്ചമസ്കന്ധത്തിൽ മാസക്രമം സൗരപക്ഷത്തിലുമാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ ചൈത്രാദി ഫാൽഗുന പര്യന്തം 12 ചാന്ദ്രമാസങ്ങളും അവശേഷിച്ച ഏതാനും ദിവസങ്ങളും എന്നർത്ഥം. പഞ്ചമത്തില് യസ്യേകം ചക്രം ദ്വാദശാരം ഷണ്ണേമി തൃണാഭി എന്നിങ്ങനെ 21-ാമത്തെ അധ്യായത്തിൽ 13-ാമത്തെ മന്ത്രത്തിൽ കാണാം. അവിടെ മേഷാദി മീനപര്യന്തം 12 സൗരമാസങ്ങൾ, അതായത് മേടം മുതൽ മീനം വരെ. സംവത്സര ചക്രത്തിന് ചാന്ദ്രപക്ഷത്തിൽ 13 അഴികളുണ്ട്. ചക്രമധ്യത്തെ പുറവട്ടവുമായി യോജിപ്പിക്കുന്ന ദണ്ഡുകളാണ് ഇവ. അല്ലേ, നേരത്തെ പറഞ്ഞ കൊണാർക്കിലെ സൂര്യക്ഷേത്രത്തിലെ ചക്രമൊക്കെ ശ്രദ്ധിച്ചവർക്ക് ആ പറഞ്ഞത് എന്താണെന്ന് വേഗം മനസ്സിലാവും. ചൈത്രം, വൈശാഖം, ജ്യേഷ്ഠം, ആഷാഢം, ശ്രാവണം, ഭാദ്രപദം, ആശ്വിനം, കാർത്തികം, മാർഗശീർഷം, പൗഷം, മാഘം, ഫാൽഗുനം ഇവയാണ് ചാന്ദ്രമാസങ്ങൾ. ഇവയ്ക്ക് വേറെ പേരുകളുമുണ്ട്. ഏത് നക്ഷത്രത്തിലാണോ പൗർണമാസി വരുന്നത് ആ നക്ഷത്രത്തിന്റെ പേരാണ് ആ മാസത്തിന്. നമ്മുടെയൊക്കെ വീടുകളിൽ മാതൃഭൂമിയുടെയോ മനോരമയുടെയോ കലണ്ടർ ഉണ്ടാവും. ആ കലണ്ടർ ശ്രദ്ധിച്ചാൽ അതിൽ നമ്മൾ ഇംഗ്ലീഷ് കലണ്ടറാണ് പൊതുവെ ശ്രദ്ധിക്കാറ്, ഗ്രിഗോറിയൻ കലണ്ടർ.
ഇത് കൂടാതെ കൊല്ലവർഷം എന്ന് പറയുന്ന മലയാള വർഷം ചിങ്ങമാസം മുതൽക്ക് ആരംഭിക്കുന്നത്. അതുകൂടാതെ തമിഴ് ആണ്ട് കലണ്ടർ അതിൽ കാണാം. അതുപോലെ മുസ്ലിം കലണ്ടർ ഹിജ്റ വർഷം അതിൽ കാണാം. ശകവർഷം എന്ന് പറയുന്ന ഭാരതത്തിന്റെ ദേശീയ കലണ്ടറും ആ കലണ്ടറിൽ തന്നെ കാണാൻ സാധിക്കും. അതിൽ ഈ ശകവർഷത്തിലും തമിഴ് കലണ്ടറിലും ഒക്കെ ഈ സംസ്കൃതം പേരുകളാണ് മാസങ്ങൾക്ക് പ്രായേണ ഉപയോഗിച്ചിട്ടുള്ളത്. ആ സംസ്കൃത പദങ്ങളുടെ തമിഴ് തദ്ഭവം ചില മാസങ്ങൾക്കൊക്കെ ഉപയോഗിച്ചതായിട്ടും കാണാം. ഇപ്പൊ ചൈത്രം എന്നുള്ളതിന് ചിത്തിര എന്നും മാർഗശീർഷം എന്നുള്ളതിനെ മാർഗഴി എന്നുമൊക്കെ ഉപയോഗിച്ചതുപോലെ. എന്നാൽ ഈ സംസ്കൃതം പേരുകൾ അറിയുന്ന ആൾക്കാർക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവുകയും ചെയ്യും. അപ്പൊ എന്തായാലും അതൊക്കെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കാലത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോ ത്രിശതം ഷഷ്ടി പർവ എന്നൊരു വാക്ക് കാണാം. ത്രിശതം ഷഷ്ടിച്ച അഹോരാത്രം പർവാണി യസ്യ ശതശബ്ദേ വിഭക്തേരലുഗാർഷ വിഭക്തേരലുഗാർഷ എന്ന് ശ്രീധരീയം. യുഗം, മന്വന്തരം, കൽപ്പം ഇത്യാദി കാലഗണനയിൽ സംവത്സരത്തിന് 360 ദിവസങ്ങളാണ്. ഒരഹോരാത്രം അഥവാ ദിവസമാണ് പർവ ശബ്ദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പർവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുട്ട്, അതായത് ചക്രത്തിന്റെ പല്ല് അല്ലേ, ഇങ്ങനെ ഈ ഗ്രിപ്പ് കിട്ടാൻ വേണ്ടി ചക്രത്തിന്റെ മുകളിൽ പിടിപ്പിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ശതശബ്ദത്തിൽ വിഭക്തി പ്രത്യയം, അനുസ്വാരം ലോപിക്കാതിരുന്നത് ആർഷം. ആ വാക്കൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. ത്രിശത ഷഷ്ടി പർവ എന്നാണ് ലൗകികമായ സാധാരണ പ്രയോഗം. എന്നാൽ ഭാഗവതത്തിൽ നമ്മൾ കാണുന്നത് ത്രിശതം ഷഷ്ടി പർവ. ത്രിശത ഷഷ്ടി പർവ എന്നാണ് ഇന്ന് ഉപയോഗിക്കുന്ന സംസ്കൃതത്തിലൊക്കെ. ഇത് വൈദികമായ ഭാഷയാണ് ത്രിശതം ഷഷ്ടി പർവ എന്നുള്ളത്. തുടർന്ന് കാണുന്ന മറ്റൊരു വാക്കാണ് ഷണ്ണേമി. ഷഡ് ഋതവോ നേമയോ യസ്യ എന്ന് ശ്രീധരാചാര്യർ. ചക്രത്തിന്റെ പുറവട്ടമാണ് നേമിയും. സംവത്സര ചക്രത്തിന്റെ നേമി 6 ഖണ്ഡങ്ങളാണ്. ഇവ ഓരോന്നും വസന്താദി ഓരോ ഋതുവിനെ പ്രതിനിധീകരിക്കുന്നു. വസന്തം, ഗ്രീഷ്മം, വർഷം, ശരത്ത്, ഹേമന്തം, ശിശിരം എന്നിവയാണ് 6 ഋതുക്കൾ. മധുശ്ച മാധവശ്ച വാസന്തികാവൃതു, ശുക്രശ്ച ശുചിശ്ച ഗ്രൈഷ്മാവൃതു, നഭശ്ച നഭസ്യശ്ച വാർഷികാവൃതു, ഇഷശ്ച ഓർജശ്ച ശാരദാവൃതു, സഹശ്ച സഹസ്യശ്ച ഹൈമന്തികാവൃതു. ഇങ്ങനെയാണ് തൈത്തിരീയ സംഹിതയില് ഏതേതെല്ലാം മാസങ്ങളിലാണ് ഈ ഋതുക്കൾ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു വെക്കുന്നത്. അതായത് മധു എന്ന് പറയുന്നത് ചൈത്രമാസം, മാധവം എന്നുള്ളത് വൈശാഖ മാസം. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ അതായത് ഈ സംസ്കൃത മാസങ്ങൾക്കും സംസ്കൃത നക്ഷത്രങ്ങൾക്കും അനേകം പേരുകളുണ്ട്, അനേകം പര്യായങ്ങൾ പോലെ. അതുകൊണ്ടാണ് ഇവിടെ ആ വേദത്തിലും മറ്റൊക്കെ ഉപയോഗിച്ച മാസങ്ങളുടെ പേരുകളാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ നിമിഷം, ലവം, മുഹൂർത്തം ഇത്യാദികളായ എണ്ണിയാൽ തീരാത്തത്ര ഛദങ്ങൾ അഥവാ പത്രങ്ങൾ അഥവാ മുള്ളുകൾ ഉണ്ടെന്നാണ് അനന്തഛതി എന്ന വിശേഷണം കൊണ്ട് സിദ്ധിക്കുന്നത്. പിന്നീട് മറ്റൊരു വാക്ക് അവിടെ കാണാം, തൃണാഭി. ത്രീണി ചാതുർമാസ്യാനി നാഭയ ആധാരഭൂതാനി വലയാനി യസ്യ എന്നാണ് ശ്രീധരാചാര്യർ അർത്ഥം കൊടുക്കുന്നത്. ഈ സംവത്സര ചക്രത്തിന്റെ മധ്യഭാഗം തൊട്ടുള്ള 3 വലയങ്ങൾ, ദ്വാരങ്ങൾ ഉള്ളതാണെന്നും അവ ഓരോന്നും ചാതുർമാസ്യങ്ങളെ പ്രതിനിധീകരിക്കുന്നുവെന്നും അർത്ഥം. അപ്പൊ ഭാഗവതത്തിൽ തൃണാഭി എന്നാണെങ്കിലും ഋഗ്വേദ സൂക്തത്തില് നത്വം ഇല്ല, തൃനാഭി എന്നേ പറഞ്ഞിട്ടുള്ളൂ. നത്വത്തിന് അവിടെ തൃതീയ സ്കന്ധത്തിലെ തന്നെ 8ാമത്തെ അധ്യായത്തിൽ 20ാമത്തെ ശ്ലോകത്തിലെ വ്യാഖ്യാനത്തിൽ വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് ഈ തൃനാഭി എന്നുള്ള വാക്ക് തൃണാഭി എന്നാവുന്നു. അവിടെ ആ രേഖം ആദേശം ചെയ്യുന്നത് കൊണ്ടാണ് അത് ന എന്നുള്ളത് ണാന്ന് ആവുന്നത്. ഉത്തരായണം, ദക്ഷിണായനം എന്നീ വാക്കുകൾ ശ്രദ്ധിച്ചിട്ടുള്ള ആൾക്കാർക്ക് അത് വേഗം മനസ്സിലാവും അല്ലെ. ഉത്തരായണം, അവിടെ രാ എന്നുള്ള ആ ശബ്ദം അല്ലെ, രേഖം ഉള്ളതുകൊണ്ടാണ് ഉത്തരായണം. എന്നാൽ ദക്ഷിണായണം അല്ല, ദക്ഷിണായനം എന്നേ വേണ്ടു. ഉത്തരായനം എന്നെഴുതുന്നതും ശരിയല്ല വ്യാകരണ ദൃഷ്ടിയാണ്. അതുപോലെയാണ് അത്ര ഇവിടെ ഈ തൃണാഭി
തൃണാഭി എന്നുള്ളത് തൃനാഭി എന്നാണ് വേദത്തിലും മറ്റൊക്കെ കാണുന്നത്. അവിടെ പറയണു നാഭി എന്നാൽ ചക്രമധ്യം എന്ന് മേദിനി തുടങ്ങിയ ഈ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ. നാഭിർമുഖ്യ നൃപേ ചക്രമധ്യ ക്ഷത്രിയയോഹോ പുമാൻ. അച്ചുതണ്ടിനോട് ഘടിപ്പിക്കുന്ന മധ്യത്തിലെ ദ്വാരമാണ് നാഭി. സംവത്സര ചക്രത്തിന് വൃത്താകൃതിയിലുള്ള 3 നാഭികൾ ദ്വാരങ്ങളുണ്ട്. ഇവയുടെ മധ്യത്തിലാണ് അച്ചുതണ്ട് ഉറപ്പിച്ചിട്ടുള്ളത്. ഈ 3 നാഭികൾ വൈശ്വദേവം, വരുണപ്രഖാസം, സാകമേധം എന്നീ 3 ചാതുർമാസ്യ വ്രതങ്ങളെ പ്രതിനിധീകരിക്കണം. ഹവിർയജ്ഞ സംസ്ഥകളിൽ ഉൾപ്പെട്ടതാണ് ചാതുർമാസ്യങ്ങള്. അഗ്നാധേയം, അഗ്നിഹോത്രം, ദശപൂർണിമാസാവാഗ്രയണം, ചാതുർമാസ്യാനി നിരൂഢ പശുബന്ധ സൗത്രാമണീതി സപ്ത ഹവിർയജ്ഞ സംസ്ഥ. ഇങ്ങനെ ഗൗതമധർമ്മ സൂത്രത്തില് ഈ ചാതുർമാസ്യങ്ങൾ എന്താണെന്ന് പറഞ്ഞു തരുന്നുണ്ട്. വൈശ്വദേവം, വരുണപ്രഖാസം, സാകമേധം എന്നിങ്ങനെ ചാതുർമാസങ്ങൾക്ക് 3 പർവങ്ങളാണ്. ചില ആചാര്യന്മാർ ശുനാസീരീയവും ചേർത്ത് 4 എന്നും വിധിക്കുന്നുണ്ട്. അപ്പൊ 4 മാസം ഇടവിട്ടാണ് ചാതുർമാസ്യ പർവങ്ങൾ നടത്തേണ്ടത്. വസന്തത്തിൽ വൈശ്വദേവം, വരുഷത്തിൽ വരുണപ്രഖാസം, ഹേമന്തത്തിൽ സാകമേധം. ഇങ്ങനെ ഇതൊക്കെ പഴയ കാലത്ത് ഗൃഹസ്ഥാശ്രമികളും സന്യാസികളും ഒക്കെയാണ് ഈ ചാതുർമാസം തുടങ്ങിയിട്ടുള്ള വ്രതങ്ങളൊക്കെ, പ്രത്യേകിച്ചും സന്യാസിമാരാണ് ചാതുർമാസ്യ വ്രതങ്ങൾ വളരെ നന്നായിട്ട് കൊണ്ട് നടന്നിരുന്നത്. തഥാ ചാതുർമാസേഷു പർവണാം വസന്തേ വൈശ്വദേവേന യജേത, വരുഷാസു വരുണപ്രഖാസേഹി യജേത, ഹേമന്തേ സാകമേധേർ യജേതേതി. ശബരഭാഷ്യത്തില്, ജൈമിനീയത്തിന്റെ ശബരഭാഷ്യത്തിലാണ് ഇത് വീണ്ടും എന്താണെന്ന് വിശദീകരിക്കുന്നത്. ഈ 3 ചാതുർമാസ്യങ്ങൾ, ഈ 3 വ്രതങ്ങള് ഒരു വർഷത്തിലിടയ്ക്കാണ് വരുന്നത്. ഈ ഓരോ ചാതുർമാസ്യ പർവ്വത്തിനെയും കേന്ദ്രബിന്ദുവാക്കി ഓരോ വലയങ്ങൾ വരച്ചാൽ അവ തമ്മിൽ സ്പർശിക്കും. അപ്രകാരം വൃത്താകൃതിയിലുള്ളതും പരസ്പരം സ്പർശിക്കുന്നതുമായ ചക്രമധ്യത്തിലുള്ള 3 ദ്വാരങ്ങളിലായിട്ടാണ് അച്ചുതണ്ട് ഉറപ്പിച്ചിരിക്കുന്നതെന്നർത്ഥം. മേലുദ്ധരിച്ച ഋഗ്വേദ സൂക്ത വ്യാഖ്യാനത്തിൽ ഈ ചാതുർമാസ്യങ്ങൾ നടത്തേണ്ട കാലങ്ങളാണ് സായണാചാര്യർ പറഞ്ഞത്. സായണപക്ഷത്തിൽ ഗ്രീഷ്മം, വർഷം, ഹേമന്തം. ശബര മഹർഷി പറയുന്ന സമയത്ത്, ശബരാചാര്യർ പറയുമ്പോൾ വസന്തം, വർഷം, ഹേമന്തം. ഇങ്ങനെ ആ കാലത്തിന് ആ ഋതുക്കൾക്ക് ചെറിയൊരു വ്യത്യാസം മാത്രം കാണുന്നുണ്ട്. ഇനി അവിടെ ആ ശ്ലോകം ശ്രദ്ധിക്കുമ്പോൾ കാണുന്ന വാക്കാണ് കരാളസ്രോത അല്ലെങ്കിൽ കരാലസ്രോത. കരാളം എന്നാൽ അതിഭയങ്കരമായത്, സ്രോതസ് എന്നാൽ പ്രവാഹം. ഇവിടെ തിരിച്ചിൽ എന്നർത്ഥം. അപ്പൊ ഊഹിക്കാൻ പോലും സാധിക്കാത്തത്ര വേഗത്തിൽ തിരിയുന്ന ഈ സംവത്സര ചക്രം ഈ പ്രപഞ്ചത്തെ ആകമാനം അതിൻ്റെ ഭ്രമണപഥത്തിൽ പെടുത്തി ചുറ്റിത്തിരിക്കുന്നു. എന്നാൽ തൃപ്പാദങ്ങളെ ആശ്രയിച്ച മഹാഭാഗവതന്മാരുടെ ആയുസ്സിനെ ക്ഷയിപ്പിക്കാൻ ഈ കാലചക്രം പ്രാപ്തമല്ല. അവരെ കാലം ബാധിക്കില്ല, അവർ കാലത്തിന് അതീതരാണ് എന്ന് സാരം. ഭവിഷ്യപുരാണം ബ്രാഹ്മപർവം 148-ാമത്തെ അധ്യായത്തില് തൻ്റെ സുദർശന ചക്രം കാലചക്രമാണെന്ന് ശ്രീകൃഷ്ണൻ പുത്രനായ സാംബനോട് പറയുന്നിടത്ത് സാമാന്യേന ഇതേ സ്വഭാവം തന്നെ വർണ്ണിക്കപ്പെടുന്നു. അതാണ് ഞാൻ ആ തുടക്കത്തിൽ പറഞ്ഞത്. ഈ സുദർശന ചക്രവും കാലചക്രവും സംസാര ചക്രവും ഒക്കെ വ്യാഖ്യാനിച്ചു വരുന്ന സമയത്ത് പുരാണങ്ങളില് സമാനമാണ് എന്ന് കാണാൻ സാധിക്കും. അപ്പൊ അവിടെ തുടർന്ന് നമ്മള് അടുത്ത ശ്ലോകം 19-ാമത്തെ ശ്ലോകം, ഏകസ്വയം സഞ്ജഗത ശുശ്രൂക്ഷയാ ദ്വിതീയാത്മന്യധിയോഗമായയാ സൃജസ്യരപ്പാസി പുനർഗ്രസിഷ്യസേ യഥോർണനാഭിർഭഗവൻ സ്വശക്രിഭി. ഹേ ഭഗവൻ, അല്ലയോ ഭഗവാനെ, സ്വയം ഏകഹ സൻ, സ്വതവേ ഏകനാണെങ്കിലും ജഗതഹ ലോകത്തിന്റെ ശുശ്രൂക്ഷയാ സൃഷ്ടിയിലുള്ള ഇച്ഛയാൽ ദ്വിതീയയാം തനിക്ക് തുണയായിട്ട് ആത്മനി തന്നിൽ അധിയോഗമായയാം അധിഷ്ഠാനം ചെയ്യുന്ന യോഗമായാൽ സ്വശക്രിഭി സ്വശക്രികളിൽ ഊർണനാഭി 8 കാലി യഥാ ബലകെട്ടുന്നത് പോലെ അത് ഈ ലോകത്തെ സൃജസി സൃഷ്ടിക്കുന്നു, പാസി പാലിക്കുന്നു, പുനഃ പിന്നീട് ഗ്രസിഷ്യസെ തന്നിലേക്ക് വലിച്ചെടുക്കുന്നു. അപ്പൊ അല്ലയോ ഭഗവൻ, അങ്ങ് ഏകൻ തന്നെ എങ്കിലും, ഏകനായി സർവവും ചെയ്യാൻ സമർത്ഥനാണെങ്കിലും
ജഗത്തിന്റെ സൃഷ്ടിയിൽ ഇച്ഛ ജനിക്കുമ്പോൾ രണ്ടാമത്തേതായി തനിക്ക് അധീനയായ യോഗമായി അവലംബിച്ച് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു, രക്ഷിക്കുന്നു, വീണ്ടും തന്നിലേക്ക് ഗ്രസിക്കുന്നു, അഥവാ സംഹരിക്കുന്നു. ഇതൊക്കെ എട്ടുകാലി തൻ്റെ തന്നെ ശക്തി കൊണ്ട് വല നെയ്യുന്നത് പോലെ ഭഗവാൻ തൻ്റെ യോഗമായ ശക്തി കൊണ്ട് ഈ ലോകത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നിർവഹിക്കുന്നു. അപ്പൊ ഉപാധികളൊന്നുമില്ലാത്തവനും ഉദാസീനനുമായ എന്നോട് എന്തിന് യാചിക്കുന്നു, അല്ലേ? അതായത് കർദമ പ്രജാപതിയുടെ ഈ സ്തുതിയിൽ ഒരു യാചനയാണല്ലോ. അപ്പൊ എന്തിനാ യാചിക്കുന്നത്? കാരണം ഭഗവാൻ ഉപാധികളൊന്നും ഇല്ലാത്ത ആളാണ്, ഉദാസീനനുമാണ്. ഒരു മിത്രഭാവമുള്ള ആൾക്കാരോട് വേണം നമ്മൾ ആവശ്യപ്പെടാൻ, യാചിക്കാൻ, എന്നാലല്ലേ കാര്യം സാധിക്കുള്ളൂ. ഭഗവാന് തന്നെ ഈ ലോകത്തിനോട് തന്നെ ഉദാസീന ഭാവമാണ്, ആരോടും പ്രത്യേകിച്ച് ഇഷ്ടാനിഷ്ടങ്ങളൊന്നുമില്ല. അപ്പൊ പിന്നെ എന്തിനാ ഇവിടെ ഈ കർദമ പ്രജാപതി യാചിക്കുന്നത്? അതിനുള്ള കർദമന്റെ ഉത്തരമാണ് ഈ 19ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ കാണുന്നത്. എങ്ങനെയാണ് ശ്രീധരാചാര്യർ ഈ ശ്ലോകത്തെ വ്യാഖ്യാനിക്കുന്നത്? അപ്രകാരമാണെങ്കിലും മായയെ കൊണ്ട് അങ്ങ് തന്നെയാണ് സൃഷ്ടിയാദികൾ നടത്തുന്നത്, അതിനാൽ അങ്ങയോട് തന്നെയാണ് യാചിക്കേണ്ടത് എന്നാണ് സമാധാനം. നനു നിരുപാധി മുദാസീനം മാം കിം യാചസേ തഥാപി മായ വിശ്വസൃഷ്ടിയാദി കർത്തൃത്വാത്വമേവ യാച്യ ഇത്യാഹ. കാരണം അങ്ങാണ് ഇതൊക്കെ സൃഷ്ടിക്കുന്നത്, അപ്പൊ സൃഷ്ടികർത്താവായിട്ടുള്ള അങ്ങയോട് തന്നെ വേണമല്ലോ ചോദിക്കാൻ എന്നാണ്. അപ്പൊ സൃഷ്ടിയിൽ വ്യാപരിക്കാൻ ഇച്ഛിച്ചപ്പോൾ ഏകനായ താൻ രണ്ടാമതൊന്നിനെ സൃഷ്ടിച്ചു, അതാണ് മായ. ആ മായയെ കൊണ്ട് സൃഷ്ടി സംഹാരങ്ങൾ നടത്തുന്നു. മായയുടെ സൃഷ്ടികർത്താവ് ഈശ്വരനാകയാൽ മായയിലൂടെ നടത്തുന്ന സൃഷ്ടിയാദികളുടെ കർത്താവ് യഥാർത്ഥത്തിൽ ഈശ്വരൻ തന്നെ, അന്യാശ്രയമൊന്നും ഇല്ല. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് എട്ടുകാലി, അല്ലേ? സ്വന്തം ദേഹത്തിൽ നിന്നുണ്ടാകുന്ന നൂൽ കൊണ്ടാണ് എട്ടുകാലി വല കെട്ടുന്നത്. ഈ തത്വം പ്രതിപാദിക്കുന്ന ശ്രുതിവാക്യങ്ങൾ അനേകമുണ്ട്. യഥോർണനാഭി സൃജത്തെ ഗൃഹത്തെ ച യഥാ പൃഥിവ്യാം ഓഷധയഃ സംഭവന്തി യഥാ സതഃ പുരുഷാത് കേശലോമാനി തഥാക്ഷരാത് സംഭവതിഹ വിശ്വം. മുണ്ടകോപനിഷത്തില് എട്ടുകാലി സ്വന്തം ദേഹത്തിൽ നിന്ന് നൂലുണ്ടാക്കി വല കെട്ടുകയും ആവശ്യം കഴിയുമ്പോൾ തന്നിലേക്ക് തന്നെ വലിക്കുകയും ചെയ്യുന്നത് എപ്രകാരമോ, ഭൂമിയിൽ നിന്ന് ഓഷധികൾ മുളച്ചുണ്ടാകുന്നത് എപ്രകാരമോ, മനുഷ്യന്റെ ദേഹത്ത് നിന്ന് രോമങ്ങൾ ഉണ്ടാകുന്നത് എപ്രകാരമോ, അപ്രകാരം അക്ഷര ബ്രഹ്മത്തിൽ നിന്ന് ഈ പ്രപഞ്ചവും രൂപം കൊള്ളുന്നു എന്നർത്ഥം. യസ് തന്തുനാഭ ഇവ തന്തുഭി പ്രധാനജൈഹി സ്വഭാവതഃ ദേവ ഏക സ്വമാവൃണോതി സനോ ദധാതു ബ്രഹ്മാപ്യയം. ഇങ്ങനെ ശ്വേതാശ്വര ഉപനിഷത്ത്. തന്തുനാഭം എന്ന് പറഞ്ഞാൽ എട്ടുകാലി, തന്നിൽ നിന്നുണ്ടാകുന്ന നൂൽകൊണ്ടെന്ന പോലെ പ്രകൃതി കാര്യങ്ങളായ നാമരൂപാദികളാൽ തന്നെത്താൻ മറച്ചിരിക്കുന്ന ഏകനായ ആ ദേവൻ നമുക്ക് ബ്രഹ്മാനന്ദത്തെ നൽകട്ടെ എന്നാണ് ശ്വേതാശ്വരത്തിലെ പ്രാർത്ഥന. അത എന്നാൽ ഈ വിശ്വം. ഈ ശ്ലോകത്തില് അദ്വിതീയയാ എന്നും ദ്വിതീയയാ എന്നും പദച്ഛേദം കൊടുത്തിട്ടുണ്ട് പല ആചാര്യന്മാരും. അപ്പൊ ശ്രീധരാചാര്യർ ആ പദം തന്റെ വ്യാഖ്യാനത്തിൽ തൊട്ടിട്ട് പോലുമില്ല. ശ്രീധരീയ വ്യാഖ്യാനത്തിന് ആസ്പദമായ മൂലത്തില് ദ്വിതീയയാ എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ എന്തായാലും യോഗമായയെ സംബന്ധിച്ചിടത്തോളം അദ്വിതീയ എന്ന വിശേഷണമാണ് കൂടുതൽ യുക്തമെങ്കിലും ഈശ്വരനെ പറ്റി പറയുന്നിടത്ത് യോഗമായ ദ്വിതീയയാണ്. കൂടാതെ ഏകഹ സ്വയം സൻ എന്ന് ഈശ്വര വിശേഷണം വെച്ച് നോക്കുമ്പോൾ യോഗമായ ദ്വിതീയയാണെന്ന് എടുക്കുകയാണ് കൂടുതൽ ഉചിതം. ഭഗവാൻ സ്വശക്തിഭി ആണ്, ഭഗവാൻ സ്വശക്തിഭി, ഇങ്ങനെയും ചില പുസ്തകങ്ങളിൽ പാഠഭേദം കാണുന്നുണ്ട്. എന്തായാലും നമ്മൾ ഈ ശ്ലോകത്തില് ദ്രവ്യത്തെക്കുറിച്ചും കാലത്തെക്കുറിച്ചുമാണ് കാണുന്നത്. നമ്മൾ 2-3 ശ്ലോകങ്ങളാണ് ശ്രദ്ധിച്ചത്, 17, 18, 19. അതിൽ ആദ്യത്തേത് കാലത്തെക്കുറിച്ച്, രണ്ടാമത്തതിൽ ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി, ഏത് ദ്രവ്യത്തിൽ നിന്ന്, എന്തിൽ നിന്നുണ്ടായി. അപ്പൊ എന്തായാലും സാഖ്യമാണ് ഇനി പറയാൻ പോകുന്ന സംഗതി. പ്രത്യേകിച്ച് മൈത്രേയ മഹർഷിയുടെ ഈ വിതുരനോടുള്ള സംഭാഷണത്തിലുടനീളം സാഖ്യം, യോഗം തുടങ്ങിയിട്ടുള്ള ആശയങ്ങൾ തുടർച്ചയായിട്ട് കാണാൻ സാധിക്കും. എന്തായാലും മനുഷ്യൻ എന്നാണ് സംഖ്യ കണ്ടുപിടിച്ചതെന്ന് അറിയില്ല. എന്തായാലും എണ്ണി തിട്ടപ്പെടുത്താൻ, അളക്കാൻ നമ്മളെ സഹായിക്കുന്നത് സംഖ്യയാണ്. അത് തന്നെ
ഈ സമൂർത്തമായിട്ടുള്ള വസ്തുക്കളെ എണ്ണിത്തിട്ടപ്പെടുത്താനും അളക്കാനും ഒക്കെ വളരെ എളുപ്പമാണ്. എന്നാൽ അമൂർത്തമായ വസ്തുക്കൾ, അല്ലേ, ദൂരം, സമയം, ഇതിനെയൊക്കെ അളക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയ സംഗതിയാണ്. കാരണം രണ്ടും അത്യന്തം സൂക്ഷ്മമാണ്. അത് തന്നെ സമയം നമ്മൾ ബുദ്ധി കൊണ്ട് മാത്രമാണ് അറിയുന്നത്. കാരണം കാലത്തിന് മറ്റ് ഇന്ദ്രിയങ്ങളെ ഒന്നും സ്പർശിക്കാൻ സാധ്യമല്ല. കണ്ണുകൊണ്ട് കാണാനോ മൂക്കുകൊണ്ട് മണക്കാനോ തൊട്ടറിയാനോ ഒന്നും കാലത്തിന് സാധ്യമല്ല. പക്ഷെ കാലം, സമയം ഉണ്ട് എന്നുള്ളത് ഏവർക്കും അനുഭവമായ സംഗതിയാണ്. അപ്പൊ ആ സമയത്തിനെ മനുഷ്യൻ അളക്കാൻ പഠിച്ചു എന്നുള്ളത് ഈ സംഖ്യകളുടെ കണ്ടെത്തലിലൂടെ മനുഷ്യൻ സാധിച്ചെടുത്ത ഒരു ശേഷിയാണത്. അതോടുകൂടിയാണ് നമുക്ക് ഈ അമൂർത്തമായ കാര്യങ്ങളെ അളക്കാൻ സാധിക്കുന്നത്. അപ്പൊ സാഖ്യത്തിലും അതാണ് ചെയ്യുന്നത്. ഈ അമൂർത്തമായിട്ടുള്ള ഈ ജീവൻ എന്താണെന്നും ഈശ്വരൻ എന്താണെന്നും ഇങ്ങനെ കൃത്യമായി എണ്ണിത്തിട്ടപ്പെടുത്തി കണ്ടെത്തുന്നൊരു പദ്ധതിയാണ് സാഖ്യം. അമൂർത്തമായ ഈശ്വരീയത എന്താണെന്ന് അറിയാൻ. അപ്പോൾ എന്തായാലും വളരെ ചിന്തോദ്ദീപകമായ ശ്ലോകങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഭഗവാൻ അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ. ആയുരാരോഗ്യ സൗഖ്യം നേരുന്നു. നാരായണ